റവന്യൂ വകുപ്പിലെ നിലവിലുള്ള നിയമം കാലാനുസൃത മാറ്റം വരുത്തുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തമാണ് ഉള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല. സാമ്പത്തിക സ്ഥിതി മോശം അവസ്ഥയിലാണ്. UDF ജനങ്ങളോട് പറഞ്ഞ ഗ്യാരണ്ടി ഉറപ്പാക്കണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിനെ സുതാര്യമാക്കും, ഫയലുകൾ വേഗം തീർപ്പാക്കും. നിലവിലുള്ള നിയമം കാലാനുസൃത മാറ്റം വരുത്തും. പട്ടയം നൽകുന്നത് വേഗത്തിലാക്കും. ഇതിനായി അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവിധ ശ്രമവും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം അത് വളരെ പെട്ടെന്ന് നൽകുക, അത് സുതാര്യമായി നൽകുക, ഒരു സംശുദ്ധമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ദശാബ്ദങ്ങളോളം വളരും. ബെന്നി തോമസിന്റെ നിയമനം ബന്ധുനിയമനമായി കാണരുതെന്നും അദ്ദേഹത്തെ കണ്ണൂർ DCC നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്നും ജനവികാരം മനസ്സിലാക്കിയാണ് അദ്ദേഹം രാജിവെച്ചതെന്നും ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ല ചെയ്തതെന്നും വയനാട് കോൺഗ്രസിന്റെ വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും 100 വീടുകൾ ഘട്ടം ഘട്ടമായി ആകും നിർമ്മിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബേയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Bayman, making it easy. Valanjeri, phone 9526 001 003.